പേരുകൾ എപ്പോഴും വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുന്നു. പേരുകളുടെ അർത്ഥം പോലെ ജീവിക്കാത്തവർ സമൂഹത്തിൽ പരിഹാസ വിഷയമാകും. ആളറിഞ്ഞ് പേരിടുക, പേരിനനുസരിച്ചുള്ള ആളാകുക. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നിരവധി മുന്നറിയിപ്പുകളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ഒരു അടയാളമായി തൻ്റെ പ്രവാചകനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തോട് മറുതലിച്ച് മുന്നോട്ട് പോകുന്ന ജനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത മനുഷ്യരെ ബൈബിളിലുടനീളം നമ്മൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷയെ ഗണ്യമാക്കാതെ മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും കർത്താവ് ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും ആയിത്തീർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിലെ ചിന്തകളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. യെശയ്യാ പ്രവാചകന് ദൈവം നൽകുന്നതായിട്ടുള്ള ആലോചന, യഹൂദ രാജാവിന് ശരിയായ വഴിയിൽ പോകുവാനായി യെശയ്യാവ് നൽകുന്നു. എന്നാൽ യഹൂദ രാജാവ് ആ കാര്യത്തിൽ ഗൗരവമായി ഒന്നും ചെയ്യുന്നില്ല. യെശയ്യാ പ്രവചനം 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ആഹാസിൻ്റെ വാഴ്ചക്കാലത്ത് നൽകപ്പെട്ട പ്രവചനങ്ങളുടെ ഒരു നിര തന്നെ നാം കാണുന്നു. ഇമ്മാനുവേലിൻ്റെ ദേശം അശൂർ രാജാവ് ആക്രമിക്കുമെന്ന പ്രവചനം ഉണ്ടെന്നുള്ളത് ഈ അധ്യായത്തിന് പ്രാധാന്യം നൽകുന്നു. അതായത് 8-ാം അധ്യായത്തിന്. വിദേശ ആക്രമണത്തിൽ നിന്നും കഴിഞ്ഞ 500-ൽ പരം വർഷങ്ങളായി ദൈവം തൻ്റെ ജനത്തെ മതിൽ കെട്ടി മറച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ആ മതിലിൻ്റെ കവാടം തുറന്ന് പെരുവെള്ളം പോലെ ഇരച്ചു കയറി ദേശത്തെ കൈവശമാക്കുവാൻ ശത്രുവിനെ ദൈവം അനുവദിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താകുന്നു എന്ന് മുൻപോട്ട് പഠിക്കുമ്പോൾ നാം കാണുന്നതാണ്. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ സഹായത്തിനായി അവിടുത്തെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യേണ്ടതിന് പകരം ദൈവത്തിൻ്റെ ആലോചനയെ നിരസിച്ച് സാത്താന്യ ലോകത്തിൻ്റെ വെറി പിടിച്ച അവസ്ഥയിലേക്ക് തിരിയേണ്ടി വന്ന ദൈവത്തിൻ്റെ ജനം, അവർ അങ്ങനെ തിരിയുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് 8-ാം അധ്യായം. ഇതിൻ്റെ അന്ത്യം കഷ്ടതയും അന്ധകാരവും കഠിന ദുഃഖവുമായിരിക്കും. യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു അടയാളമായി പ്രവാചകൻ്റെ 2ാമത്തെ മകൻ ജനിക്കുന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലക എടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശലാൽ ഹാഷ്ബസ് എന്ന് എഴുതുക. ഷയാർ ഹാഷ്ബസ് എന്ന പേര് ഒരു ആൺകുട്ടിക്ക് വിചിത്രമായി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ പേരൊന്ന് ചിന്തിച്ചു നോക്കൂ. മഹേർ ശലാൽ ഹാഷ്ബസ് വളരെ ശ്രദ്ധേയമായൊരു പേരാണ്. ബൈബിളിലെ ഏറ്റവും നീളം കൂടിയ പേര് തന്നെയാണിത്. എങ്ങനെയാണ് ഈ പേര് അവനെ നിത്യം വിളിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓമനപ്പേരുണ്ടല്ലോ, വീട്ടിൽ വിളിക്കുന്ന പേര്. ഒരുപക്ഷെ നാം ചെയ്യുന്നത് പോലെ ചിലപ്പോൾ അവനെ മഹേർ എന്നോ ശലാൽ എന്നോ ഹാഷ് എന്നോ ബസ് എന്നോ ഒക്കെ ചുരുക്കി വിളിച്ചിരുന്നിരിക്കാം. എന്തായിരുന്നാലും യെശയ്യാവ് തൻ്റെ മകന് ഈ അസാധാരണ പേരിടണമെന്ന് ദൈവം ആവശ്യപ്പെട്ടതിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. 18-ാം വാക്യത്തിൽ നാം അത് കാണുന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. 2 മക്കളും ഇസ്രായേലിൽ അടയാളങ്ങളായിരുന്നു. അവരുടെ പേരുകൾ ഒരു ദൂത് വഹിച്ചിരുന്നു. മഹേർ ശലാൽ ഹാഷ്ബസ് എന്ന പേരിൻ്റെ അർത്ഥം വേഗത്തിൽ കൊള്ളയടിച്ച് തിടുക്കത്തോടെ ഇരയെ തട്ടിയെടുക്കുക എന്നതായിരുന്നു. ഈ പേരൊന്ന് ചിന്തിച്ചു നോക്കൂ.
ലളിതമായി പറഞ്ഞാൽ തൻ്റെ ജനത്തിനെതിരായിരിക്കുന്നവർക്ക് ദൈവം എതിരാകുന്നു എന്നത്ര ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇതേക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ഈ ബാലൻ്റെ പേര് ആഹാസ് രാജാവിനും ഒരു ദൂതായിരുന്നു. അവൻ ദൈവഭയമില്ലാത്ത ഒരു രാജാവായിരുന്നല്ലോ. ദൈവം അവനെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വലിയ പലകയെടുത്ത് കുട്ടിയുടെ പേര് അതിൽ എഴുതുക എന്ന് ദൈവം യെശയ്യാവോട് പറഞ്ഞു. ഈ കുട്ടിയുടെ പേര് എല്ലാവരും വായിക്കത്തക്കവണ്ണം അത് പരസ്യമായി പ്രദർശിപ്പിക്കണം. അതെ, ഇതെല്ലാവരും കാണുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ദൈവം താല്പര്യപ്പെട്ടു. യെശയ്യാവിൻ്റെ ആദ്യത്തെ മകനായ ശെയാർ യാശൂബിലൂടെ ആഹാസ് രാജാവിനെ സമീപിക്കാൻ ദൈവം പരിശ്രമിച്ചിരുന്നു. അവൻ്റെ പേരിൻ്റെ അർത്ഥം അതെ, ഒരു ശേഷിപ്പ് മടങ്ങി വരുമെന്നുള്ളതായിരുന്നു. ഈ പേരിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രയോജനമാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടി മഹേർ ശാലാൽ ഹാഷ്ബസിലൂടെ ദൈവം പിന്നെയും ശ്രമിക്കുന്നു. ഈ പേരിൻ്റെ അർത്ഥം വേഗത്തിൽ കൊള്ളയടിച്ച് തിടുക്കത്തോടെ ഇരയെ തട്ടിയെടുക്കുക എന്നാണെന്ന് പറഞ്ഞല്ലോ. ശത്രുക്കൾക്കെതിരെ തൻ്റെ ജനത്തെ ദൈവം കരുതിക്കൊള്ളും എന്ന് ആഹാസിന് ദൈവം ഉറപ്പ് നൽകുന്നതായിരുന്നു ഈ പേര്. ഇനിയും 2-ാം വാക്യത്തിൽ നാം കാണുന്നത്: ഞാൻ ഊര്യാ പുരോഹിതനെയും യെബെരെക്യാവിൻ മകനായ സഖര്യാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വയ്ക്കും. ഊര്യ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എൻ്റെ വെളിച്ചമാകുന്നു എന്നത്രേ. സഖര്യ എന്നതിന് യഹോവ ഓർക്കുന്നു എന്നത്രേ. യെബെരെക്യാവ് എന്നതിന് യഹോവ അനുഗ്രഹിക്കും എന്നത്രേ. ഈ പേരുകളുടെ അർത്ഥങ്ങളുടെ ചേർച്ച വളരെ രസമായിരിക്കുന്നു അല്ലേ? പേരുകൊണ്ട് ഒന്നാമത്തെ സാക്ഷി പറയുന്നു യഹോവ എൻ്റെ വെളിച്ചം. അടുത്ത സാക്ഷി പറയുന്നു യഹോവയുടെ ഉദ്ദേശം അനുഗ്രഹിക്കുക എന്നതാണ്. ഇവയുടെ ആകത്തുകയാണ് ദൈവകൃപ. അതായത് ദൈവം തൻ്റെ ജനത്തെ ഒരു നാളും മറക്കില്ല എന്നുള്ള ദൂത്. യെശയ്യാവിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ജനത്തിനുള്ള ഒരു ദൂതുണ്ടായിരുന്നു. ജനങ്ങൾ അത് മനസ്സിലാക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവാചകൻ അഭിനയിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം ദൃഷ്ടാന്തങ്ങളുടെ ഒരു ചിത്രകഥയാണ്. നമ്മുടെ കർത്താവും ഈ രീതി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ചിത്രങ്ങൾ കാണുവാൻ മനുഷ്യർക്കുള്ള താല്പര്യമാണ്. നമ്മുടെ ടെലിവിഷൻ പോലെ ഉള്ള മാധ്യമങ്ങൾ വാസ്തവത്തിൽ ഈ വിഡ്ഢിപ്പെട്ടിക്ക് മുന്നിൽ കുത്തിയിരുന്ന് സാധാരണ ഒരു വ്യക്തി സമയം കളയാത്ത സംഗതികളൊക്കെ കാണുവാൻ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടമാക്കി കളയുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. മനുഷ്യൻ്റെ ഈ ചായ്വ് അറിഞ്ഞിട്ടാണ് ദൈവം തൻ്റെ സന്ദേശം ഈ ജനങ്ങൾക്ക് ചിത്രരൂപേണ നൽകാൻ ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു. യെശയ്യാവിൻ്റെ മക്കളിലൂടെയും യെശയ്യാവിൻ്റെ അനുഭവങ്ങളിലൂടെയും യെശയ്യാവിൻ്റെ ദൂതിലൂടെയും ദൈവം രാജാവിനോട് സംസാരിക്കുകയാണ്. 3-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്: ഞാൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ശാലാൽ ഹാഷ്ബസ് എന്ന് പേർ വിളിക്കുക. പ്രവാചകി എന്നിവിടെ പറയുന്നത് യെശയ്യാവിൻ്റെ ഭാര്യയാണ്, ശ്രീമതി യെശയ്യാവ്. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. പൈതൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവന് പേരുമിട്ടു. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്: ഈ കുട്ടിക്ക് അപ്പ അമ്മ എന്ന് വിളിപ്പാൻ പ്രായമാകും മുമ്പേ ദമശ്ശേക്കിലെ ധനവും ശമര്യയിലെ കൊള്ളയും അശൂർ രാജാവിൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടു പോകും എന്നരുളി ചെയ്തു. അപ്പ അമ്മ എന്ന് വിളിക്കാൻ ഈ കുട്ടിക്ക് പ്രായമാകുന്നതിന് മുമ്പേ അശൂര്യർ ദമശ്ശേക്കിനെയും ശമര്യയെയും ആക്രമിക്കുന്നതാണ്. യഹൂദയ്ക്കെതിരെ പദ്ധതി തയ്യാറാക്കുന്ന വടക്കുള്ള ശത്രു പ്രവാസത്തിൽ പോകണമെന്ന് പറയുന്നു. ഇത് ആഹാസിൻ്റെ യുദ്ധതന്ത്രങ്ങളുടെ മിടുക്കല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം ഇത് വ്യക്തമാക്കുന്നുണ്ട്. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 5-ാം വാക്യം: യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹാം വെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നത് കൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവൻ്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും.
അത് അതിൻ്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിൻ്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിൻ്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലേ നിന്റെ ദേശത്തിൻ്റെ വീതിയെ മൂടും. തിരുവചനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗമാണിത്. ജനങ്ങൾ ശീലോഹാം വെള്ളത്തെ നിരസിച്ചു. ശീലോഹ എന്നതിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. നാം പുതിയ നിയമത്തിൽ ഇത് വായിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കർത്താവ് ഒരു കണ്ണ് കാണാൻ സാധിക്കാതിരുന്ന വ്യക്തിക്ക് കാഴ്ച നൽകുന്നതിന് മുൻപ് അവൻ്റെ കണ്ണിൽ ചേർ പുരട്ടി അവനോട് പോയി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ദൈവം വാഗ്ദാനം ചെയ്ത ആ സമാധാനത്തെ അവർ നിരസിച്ചു. സാവധാനം ഒഴുകുന്ന അരുവിയിലെ ജലത്തോടാണ് ഈ സമാധാനത്തെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി 7-ാം വാക്യത്തിൽ നാം കാണുന്നത് നദിയിലെ ബലമേറിയ പെരുവെള്ളമാണ്, വെള്ളപ്പൊക്കം. ഇത് സൂചിപ്പിക്കുന്നത് അശൂരിലെ യൂഫ്രട്ടീസ് നദിയെയാണ്. ഇതിലെ വെള്ളം താഴേക്കൊഴുകുന്നത് പെരുവെള്ളം പോലെയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യൂഫ്രട്ടീസിലെ പെരുവെള്ളം പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയെയാണ്. ആദ്യം സമാധാനത്തെയും ഇത് ന്യായവിധിയെയും. ഇത് ശീലോഹാമിലെ ശാന്തമായി ഒഴുകുന്ന വെള്ളത്തിന് വിപരീതമാണ്. ഈ 2 നദികളിൽ കൂടി ദൈവം തൻ്റെ ജനത്തിനൊരു ദൂത് നൽകുകയാണ് ചെയ്യുന്നത്. ദൈവം എപ്പോഴും നമുക്ക് തരുന്ന ദൂതുകൾ നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ വിധത്തിലാണ്. സാധാരണ നാം കാണുന്ന പലതിലൂടെയും അവൻ നമുക്ക് ദൂത് തരുന്നു. ശീലോഹാം ശാന്തമായി ഒഴുകുന്ന ചെറിയ അരുവിയാണ്. ഇന്ന് അതിന് വലിയ പ്രാധാന്യമില്ല. എന്നാൽ യെശയ്യാവിൻ്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. സിയോൻ കുന്നിനും മോറിയ മലയ്ക്കും ഇടയിലാണ് അത് ഒഴുകിയിരുന്നത്. ഈ ചെറിയ അരുവിക്കൊരു സന്ദേശമുണ്ട്. താങ്കൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഏറ്റവും മനോഹരമായ ദൂത് താങ്കൾക്ക് അവിടെ കേൾക്കാം. ഇത് സിയോൻ കുന്നിൻ്റെ, അതെ, കൃപയുടെ ഒരു കഥയാണ്. സിയോൻ കുന്ന് സീനായ് മലയിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നു. സീനായ് മല മോശയിക ന്യായപ്രമാണത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ മോറിയ അബ്രഹാം തൻ്റെ മകനെ യാഗമായി അർപ്പിച്ച മലയാണ്. അവിടെയാണ് ദാവീദ് വിലയ്ക്ക് വാങ്ങിയ അരോനിയുടെ മെതിക്കളം. ശലോമോൻ ആലയം പണിതതും അവിടെയാണ്. ഇതിന് താഴെ അറ്റത്തുള്ള പാറക്കെട്ടിലാണ് ഗോൽഗോഥ. ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഇടം അതാണ്. ഇത് കൃപയെക്കുറിച്ച് സംസാരിക്കുന്നു. മോറിയായിലാണ് ദൈവം ഒരു കുഞ്ഞാടിനെ ഒരുക്കി നിർത്തിയത്. ദൈവം അബ്രഹാമിൻ്റെ മകനെ മരിക്കുന്നതിൽ നിന്നും വിടുവിച്ചു. എന്നാൽ തൻ്റെ സ്വന്തം പുത്രനെ ആദരിയാതെ അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഗോൽഗോഥായിൽ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവം ഇവിടെ ആഹാസിനോട് കൃപയെക്കുറിച്ച് പറയുകയാണ്. നീ എങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ ഞാൻ നിന്നെ വിടുവിക്കാം എന്ന്. 8-ാം വാക്യം നോക്കിക്കാട്ടെ. അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിൻ്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലേ നിന്റെ ദേശത്തിൻ്റെ വീതിയെ മൂടും. യഹൂദ ദേശത്തേക്ക് കവിഞ്ഞൊഴുകുവാൻ ദൈവം അശൂരിനെ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ യഹൂദ ദേശത്തേക്ക് വന്ന് അവരെ പീഡിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ ദൈവം അശൂരിനെ അനുവദിച്ചു. എന്നാൽ യെരുശലേമിനെ പിടിച്ചടക്കാൻ ഒരിക്കലും ദൈവം അനുവദിച്ചില്ല. തുടർന്ന് നാം കാണുന്നത് ദൈവത്തിന് പകരം എന്ന പോലെ ഉണ്ടാകുന്ന ഒരു കൂട്ടുകെട്ടിനെതിരെയുള്ള ഒരു ആധികാരിക പ്രഖ്യാപനമാണ്. 9-ാം വാക്യത്തിൽ നാം കാണുന്നു, ജാതികളെ കലഹിപ്പീൻ, തകർന്നു പോകുവീൻ, സകല ദൂര ദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചു കൊള്ളുവീൻ, അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ, അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ. ദൈവത്തിൻ്റെ ദേശത്തിനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന രാഷ്ട്രത്തിനുള്ള മുന്നറിയിപ്പാണ് ഇവിടെയും നാം വായിച്ചത്. യെശയ്യാ പ്രവചനം 13-ാം അധ്യായം മുതൽ ഇസ്രായേലിന് തൊട്ടടുത്ത രാഷ്ട്രങ്ങൾക്കുള്ള ദൂതുകളുടെ ഒരു നിര തന്നെ നാം കാണുന്നതാണ്, പഠിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വരുന്നതും അപ്പോൾ നാം പഠിക്കുന്നതാണ്. യെശയ്യാ പ്രവചനം 13 മുതൽ 35 വരെയുള്ള അധ്യായങ്ങൾ തിരുവചനത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ്. ഈ പ്രവചനങ്ങളിൽ ഏറിയ പങ്കും ഇതിനോടകം നിറവേറിക്കഴിഞ്ഞു. ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ തടസ്സപ്പെടുത്താൻ ഒരിക്കലും ജാതികൾക്ക് കഴിയില്ലെന്ന് ദൈവം അവരോട് പറയുകയാണ്. എന്നാൽ ദൈവത്തിൽ നിന്നും അറിവ് നേടുവാനോ ആലോചന പ്രാപിക്കുവാനോ
ഈ ലോകത്തിലെ രാഷ്ട്രങ്ങൾക്ക് ഒട്ടും കഴിയുന്നില്ല എന്നുള്ളത് ആശ്ചര്യകരമായിരിക്കുന്നു. ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്, അത് ജയിക്കുക തന്നെ ചെയ്യും. ഒരു രാഷ്ട്രം അതിനെതിരെ നീങ്ങിയാൽ നിശ്ചയമായും ദൈവശിക്ഷ അതിന്മേൽ വരും. അത് എപ്പോഴും നാം ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇനിയും 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിൻ, സാധ്യം ഉണ്ടാകുകയില്ല. ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തത്, ഞാൻ ഈ ജനത്തിൻ്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ച് തന്നതെന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയുമരുത്. സിറിയയും, അതായത് ആരാം, ശമരിയ, അതായത് വടക്കേ രാജ്യം, ഇവർ തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കിയത് കൊണ്ട് യഹൂദ, തെക്കേ രാജ്യം, ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ദൈവം പ്രവാചകനിലൂടെ രാജാവിനോട് പറയുന്നത്. ഭീതി മൂലമാണ് വടക്ക് കൂട്ടുകെട്ടുണ്ടാക്കിയത്. ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു, അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഭീതി മൂലം ജാതികളുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ തിരിയരുത് എന്നത്രേ. എന്നാൽ പിന്നീട് അവർ മിസ്രൈമുമായി കൂട്ടുകെട്ടുണ്ടാക്കുകയും അത് ദേശത്തിന് വലിയ ദുഃഖത്തിന് കാരണമാകുകയും ചെയ്തതായി നാം കാണുന്നുണ്ട്. 13 14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ ഗ്രഹത്തിന് രണ്ടിനും അവനൊരു ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും യെരൂശലേം നിവാസികൾക്കൊരു കുടുക്കും കെണിയും ആയിരിക്കും. അവൻ ദൈവത്തെ ഭയപ്പെടുകയും സഹായത്തിനായി അവങ്കിലേക്ക് നോക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. ദൈവം ഒന്നുകിൽ അവർക്ക് രക്ഷയോ അല്ലെങ്കിൽ തടങ്ങൽ പാറയോ ആയിരിക്കും. ഒലിവർ ക്രോമൽ എന്ന ഇംഗ്ലീഷ് നേതാവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ധൈര്യശാലിയായിരിക്കുന്നത്? അപ്പോൾ ഉടൻ അദ്ദേഹം പറഞ്ഞ മറുപടി, നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ യാതൊരു മനുഷ്യനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പഠിച്ചിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസും ഇതുപോലെ തന്നെ പറയുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും എങ്കിലും. അതെ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ, ഒന്നുകിൽ നിങ്ങൾ ഈ കല്ലിന്മേൽ വീഴും. ആ കല്ല് ക്രിസ്തു തന്നെയായിരുന്നു. രക്ഷയ്ക്കായി അവൻ്റെ മേൽ വീഴുക, ഏക അടിസ്ഥാനമായ അവനിൽ വിശ്രാമം കണ്ടെത്തുക, എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അല്ല എങ്കിൽ ആ കല്ല് നിങ്ങളുടെ മേൽ വീഴും. അത് നിങ്ങളെ വിധിക്കും, അത് നിങ്ങളെ തകർത്ത് പൊടിയാക്കും. നിങ്ങൾക്ക് 2 വഴികളാണുള്ളത്. ഒന്നുകിൽ അവനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവനെ തള്ളിക്കളഞ്ഞ് സ്വയം നശിക്കുക. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പീൻ നാം വായിച്ചല്ലോ. ഇതൊരു അസാധാരണ നിർദ്ദേശമാണല്ലേ. പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, 1 പത്രോസ് 3:14, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീനെന്ന്. ഇന്ന് ദൈവമക്കളായിട്ടുള്ളവർ ചെയ്യേണ്ടത് ഇതത്രേ. ഇന്ന് ദൈവത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടെയുള്ള ചിന്തയാണുള്ളത്. ദൈവത്തോടോ ദൈവവചനത്തോടോ യാതൊരു ബഹുമാനവും ഇല്ലാത്ത സ്ഥിതി. വിശുദ്ധ കാര്യം തന്നെ അവഹേളിക്കുന്നതിൽ പലർക്കും മടിയില്ലാതിരിക്കും. വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ച് എത്ര പുച്ഛമായിട്ട് ഫലിതരൂപേണയാണ് പലരും സംസാരിക്കുന്നത്. എന്നാൽ അത് അത്ര നിസ്സാരമായി കാണേണ്ടതല്ല. ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നമുക്ക് ചുറ്റുമുള്ള അനേകം ജനങ്ങൾക്ക് ബോധ്യമാകണം, അവർ അത് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും അവർ രക്ഷിക്കപ്പെടും എന്ന്.
എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ആരാധനാ യോഗത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ വെളിയിൽ നിന്നൊരാൾ വന്നാൽ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യമാകുമോ? ഞാൻ പറയട്ടെ, അങ്ങനെ അവർ അറിഞ്ഞാൽ ഞായറാഴ്ചകളിൽ ഒരിക്കലും അവർ വിനോദത്തിനോ അതുപോലെ തന്നെ അവരുടേതായ സ്വന്തം കാര്യങ്ങൾക്കോ പോകില്ല. അവർ നിങ്ങളോടൊപ്പം ഞായറാഴ്ച രാവിലെ സഭാ ആരാധനയിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഈ കാര്യത്തിൽ അതെ, ദൈവ സാന്നിധ്യത്തെ സ്വയം അറിഞ്ഞ് മറ്റുള്ളവരെ അത് ബോധ്യമാക്കുന്നതിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി താഴെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തിന് പകരമായി ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെയുള്ള പ്രഖ്യാപനമാണ് നാം കാണുന്നത്. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 19 മുതൽ 21 വരെ. വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവീൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയമുണ്ടാകുകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടെ കടന്നുപോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവുമുള്ള തിമിരവും കാണും. കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. ഇവിടെ വീണ്ടും ആ ജനത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഈ വിധത്തിലുള്ള ഭൂതാത്മ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചു വരുന്നതായി നാം കാണുന്നുണ്ട്. ഒരു വ്യക്തി കർത്താവിൽ നിന്നും അകന്നാൽ പിന്നെ സ്വാഭാവികമായും ചെന്നെത്തുന്നത് സാധാന്യ സേവയിലേക്കും വിലക്ഷണമായ മനഃശാസ്ത്രത്തിലേക്കുമായിരിക്കും. ഭൂതാത്മ ലോകത്തിലേക്കും ഭൂതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലേക്കും സാത്താന്യ ആരാധനയിലേക്കും ഇന്ന് അനേകർ തിരിച്ചു പോകുന്നുണ്ട്. സാത്താൻ്റെ സഭകൾ തന്നെയും നാം വളരെയധികം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ അംഗങ്ങൾ ചെകുത്താനെ ആരാധിക്കുന്നു. അനേകർ ഇന്ന് സാത്താൻ്റെ ആരാധകരായിരിക്കുന്നു. ഞാൻ പറയട്ടെ, ക്രിസ്തുവിനെ ആരാധിക്കാതെ അതിന് പകരമായി കണ്ടെത്തുന്ന എത്രയെത്ര ആരാധനകൾ, അതും ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ്. ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെയുള്ള സങ്കേതങ്ങളിൽ വഞ്ചിതരായി ചേർന്ന് നിൽക്കുന്നു. ഇവരിൽ അനേകരും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തെ, വാസ്തവത്തിൽ എൻ്റെ ജോലി അതല്ല. ദൈവകൃപയുടെ സുവിശേഷവും ദൈവവചനവും പ്രസംഗിക്കുക എന്നതാണ് എൻ്റെ പണി. ഭൂതങ്ങളുടെ കാര്യം അത് കൈകാര്യം ചെയ്തുകൊള്ളും. അതെ, ദൈവകൃപയ്ക്ക് മുന്നിൽ, ദൈവവചനത്തിന് മുന്നിൽ ഭൂതങ്ങൾ ഓടി ഒളിച്ചുകൊള്ളും. പൈശാചിക കാര്യങ്ങളെ നാം വളരെ സൂക്ഷിച്ച് ഒഴിയണം. കാരണം അത് അപകടകരമാണ്. എന്നാൽ അത് കുതിച്ച് ചാടി വരികയാണ്. അത് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ കരുതുന്നത് ഇതിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ലെന്നാണ്. ഇതൊക്കെ വെറും മനുഷ്യൻ്റെ തോന്നലുകളാകുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ സാത്താൻ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ സാത്താന്യ പ്രവൃത്തികളും യഥാർത്ഥമാണ്. അതിനെ ലാഘവ ബുദ്ധിയോടുകൂടെ കാണരുത്. ദൈവം ഇതിനെതിരായി മുന്നറിയിപ്പ് തരുന്നു. നമുക്ക് ആ മുന്നറിയിപ്പുകളെ ഒട്ടും അവഗണിക്കാതിരിക്കാം. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഉപദേശത്തിനും സാക്ഷ്യത്തിനും കൂടി വരുവീൻ എന്ന് ദൈവം പറയുന്നു. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ആകെ തകരുകയും നാം ആരുമായും കൂട്ടുകെട്ടുണ്ടാക്കി ഉപദേശത്തിലും സാക്ഷ്യത്തിലും അനുരഞ്ജനപ്പെട്ട് ഒരു ബാബേൽ ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ ഇന്ന് കാണുന്നത്? സംഘർഷമുണ്ടാകുമ്പോൾ, പിരിമുറുക്കമുണ്ടാകുമ്പോൾ നാം നമ്മുടെ വഴിക്ക് പോകാനായി തത്രപ്പെടുന്നു. ഈ കാണുന്ന ഐക്യശ്രമം ദൈവനാമ മഹത്വത്തിനല്ല എന്ന് ഓർക്കണം. സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ എത്ര വില കൊടുക്കേണ്ടി വന്നാലും അതിന് തയ്യാറുള്ളവരെയാണ് ദൈവം മാനിക്കുന്നത്. നമുക്ക് തോന്നുന്ന സത്യങ്ങളല്ല, പിന്നെയോ ദൈവവചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങൾ. അങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഷ്ടതയുടെ മധ്യത്തിലും ദൈവമുഖം അന്വേഷിക്കുകയോ ദൈവത്തോട് ആലോചന ചോദിക്കുകയോ ചെയ്യാത്ത തൻ്റെ ജനത്തിൻ്റെ നേരെ ദൈവവും മുഖം തിരിക്കുന്നു. ഈ വലിയ അരാജകത്തിൻ്റെ മധ്യത്തിലും ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ എന്ന് പാടുന്ന ഭക്തൻ എല്ലാ കാലത്തുമുള്ള
ദൈവത്തിൻ്റെ ശേഷിപ്പിൻ്റെ ഒരു അടയാളമാകുന്നു. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന് വിശുദ്ധ പൗലോസും പറയുന്നു. ആ ശേഷിത ഗണത്തിൽ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.